ഇൻസ്റ്റഗ്രാം തുറന്നപ്പോഴേ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രോൾ ബേസ്ഡ് ആയിട്ടുള്ള റീലായിരുന്നേ. അതിനകത്ത് പറയുന്നത് വേൾഡില് റിസർച്ച് പ്രകാരം മെന്റൽ സ്റ്റേറ്റിന്റെ റിസർച്ച് ചെയ്തപ്പം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നാളെ എന്ത് കറി ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അത് ട്രോൾ ചെയ്തിട്ട് ഒരു തമാശയ്ക്ക് പറഞ്ഞ റീലാണ്. ആ റീലിന് എത്രത്തോളം അക്യുറസി, അതായത് ആ റിസർച്ചിന് എത്രത്തോളം അക്യുറസി ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ മിക്ക വീടുകളിലും അത് വളരെ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ ടെൻഷൻ തരുന്നൊരു സംഭവമാണ്. നാളെ എന്ത് കറി ഉണ്ടാക്കണം അല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു വീക്ക്ലി പ്ലാൻ അല്ലെങ്കിൽ ഒരു വീക്ക്ലി പ്ലാൻ, ആക്ച്വലി മന്ത്ലി പ്ലാൻ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. ഒരു വീക്ക്ലി പ്ലാൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, ലെഫ്റ്റ് ഓവർ എങ്ങനെ വരും, അപ്പോൾ ആ ഒരു സംഭവം നെക്സ്റ്റ് ഡേ എടുക്കാം. അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അധികം ടൈം ഒന്നും എടുക്കാതെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മോർ ദാൻ ദാറ്റ്, നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എസ്പെഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാം പോകത്ത് ഇല്ലെങ്കിൽ ഡെയിലി ഒരു കുറേ സാധനങ്ങൾ രാവിലെ എനിക്ക് ഉണ്ടാക്കണം അങ്ങനൊന്നും ഇല്ല. നമുക്ക് വർക്കിന് പോകാനുള്ള ഒരു ദിവസമാണെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡേ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ തലേന്ന് രാത്രി കുറച്ചധികം കറി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്നലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നറിന് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ബീഫ് കീമയും പിന്നെ ബ്രെഡ് ടോസ്റ്റും ആയിരുന്നു. അത് കുറച്ച് എക്സ്ട്രാ അധികം ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയായിരുന്നു ഞാൻ ചൂടാക്കി എടുത്തത്. പിന്നെ എന്താ പറയാ, ദോശമാവ് അതൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എടുക്കാം. ഒരു ദിവസം ഇഡ്ഡലി എടുത്തിട്ട് കുറച്ചധികം വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ദോശ, ഉത്തപ്പം അങ്ങനെ എടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കിച്ചൺ വർക്കിന് വേണ്ടി പ്രോപ്പർലി ഇരുന്നിട്ട് നമ്മൾ അതിനായിട്ട് ഇങ്ങനെ ടെൻഷൻ എടുത്തിരുന്നിട്ട് നമ്മുടെ ഒരു മീ ടൈം അല്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം അങ്ങനെ കളയണമെന്നില്ല. ഈ സ്ത്രീകളുടെ ജോലി എന്ന് പറയുമ്പോൾ ഒരു വർക്കിംഗ് വുമന് ഇല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫിന്റെ എസ്പെഷ്യലി ജോലി എന്ന് പറയുമ്പോൾ 24/7 എവറി ഡേ 365 ഡേയ്സ് വർക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ നമ്മൾ പ്രോപ്പർലി ചെയ്യണമെങ്കിൽ അതൊന്നും അത്ര ബുദ്ധിമുട്ട് വരുത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാഗി അല്ല, ആക്ച്വലി നൂഡിൽസ് ആണ്. ജിപ്പി നൂഡിൽസിന്റെ മറ്റേ മാഷ് മസാല അതന്നെ ഓറഞ്ച് കളറിന്റെ. അപ്പൊ ദിസ് ഹൗ ഐ മേക്ക് ഇറ്റ്. വെരി സിമ്പിൾ. പക്ഷേ ചെറിയ ഇങ്ങനെ ചേഞ്ചസ് നമ്മൾ വരുത്തുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും. ആദ്യം വെള്ളം ഒഴിച്ചിട്ട്, ലോണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. സോ വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സെമി ഡ്രൈ ആയി വരുമ്പോൾ തന്നെ ഈ സാധനം കൊടുക്കാം. അപ്പൊ ഇതിനൊരു ചേഞ്ച് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇതൊന്നും ഒരു കംപ്ലീറ്റ്ലി ഡ്രൈ ആവാൻ വരുന്ന ഒരു സമയത്തല്ലേ ഒരു ചെറിയ ക്യൂബ് ബട്ടറും കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവം. ഒരു ഡാർക്ക് റെഡ് കളറിലിരിക്കും കേട്ടോ. കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ഒരു പൊടിക്ക് ചില്ലി പൗഡർ അല്ലേ, അതും ആവാം. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്താൽ ഇഷ്ടപ്പെടും കേട്ടോ. ഡു ട്രൈ ലൈക്ക് ദിസ് ഇൻ എ ഡേ. ഇതിന്റെ ഒപ്പം കിട്ടുന്ന ഒരു സാധനമാണിത്. ഇപ്പം ഈ അടുത്തായിട്ട് വന്ന് തുടങ്ങിയതാണ്. സ്പെഷ്യൽ ടോപ്പിംഗ് ആഡ് ബിഫോർ സെർവിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതില്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ യൂഷ്വലി യൂസ് ആക്കുന്നില്ല കേട്ടോ. സോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടൈം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിന് പ്രിപ്പറേഷന് വേണ്ടി കയറിയതാണ്. അപ്പൊ ഇന്നത്തെ ലഞ്ച് മെനുവില് വരുന്നത്, ഇതൊരു ഫ്രൈഡേ ആണ്. അപ്പം ലഞ്ചിലെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും. സാധാരണ നമ്മൾ ചട്ടിയിൽ വെക്കുന്ന ചിക്കൻ കറി അല്ലേ, റെഡായിട്ട് അടിപൊളിയാണ്. അപ്പൊ അത് തന്നെയാണ് വൈകിട്ടും എടുക്കുന്നത്. വൈകിട്ട് ഈ ചിക്കൻ കറിയും തലേന്ന് ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ലി മാവ്. അത് കുറച്ച് അധികം വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എടുക്കാന്ന്. അപ്പൊ സാധാ ദോശയും ചിക്കൻ കറിയും എടുക്കാൻ പറ്റും. ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ അത് ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ സാധനങ്ങളാവുകയും ചെയ്യും. പക്ഷെ നമുക്ക് കിച്ചണിലെ വർക്ക് കുറച്ച് കുറയുകയും ചെയ്യും. പിന്നെ വേറൊരു സംഭവം, ചിക്കനൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്കായിട്ട് വെക്കാൻ തുടങ്ങിയതാണ്. വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഫ്രീസറിൽ വെക്കുമെങ്കിൽ നമ്മൾ ഒന്നെടുത്ത് പുറത്ത് വെക്കുക. നമുക്കത് സമയമല്ല വെള്ളം ഒന്ന് കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത ചിക്കൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐസ് ഫുള്ള് മെൽറ്റായി പോകും. ബിക്കോസ് ആ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഐസ് ആയിട്ടല്ലേ ഉണ്ടാവുക. ഐസ് അത് ഫുള്ള് ഇങ്ങനെ മെൽറ്റായി പോയി കിട്ടും കേട്ടോ. കറിയിൽ ചിക്കൻ ഇടുന്ന മുമ്പ് തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ തന്നെ ഫ്ലേവർ ചിക്കനിലേക്ക് ഇങ്ങനെ, അതായത് മസാലയുടെയും ഉപ്പിൻ്റെ ഫ്ലേവർ പിടിക്കും. അതെല്ലാം നമ്മൾ ഡയറക്റ്റ് ഇടുവാണെങ്കിലുണ്ടല്ലോ, മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ
കറിയിൽ ഫ്ലേവർ ഉണ്ടാവും, പക്ഷെ ചിക്കനിൽ അത്ര ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ ഈ മസാലാസ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ എല്ലാ പീസിലും ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഈ സവോള ഇടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ടാലും മതി. ഞാൻ പേസ്റ്റും ഇതിനകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എപ്പോഴും ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നാടൻ കറികൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് അധികം എൻ്റെ കിച്ചൺ വർക്ക് അധികം കുറച്ചിട്ട്, പക്ഷെ ഇതുമാതിരി കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറൊക്കെ വെക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിക്കുകയും ചെയ്യാം, പക്ഷെ അധികം സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ആവശ്യം വരത്തില്ല. അപ്പൊ ഈ കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് കടുക് താളിച്ചിട്ട് വലിയ ജീരകവും ഉലുവ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ടിട്ട് പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ സ്റ്റിർ ചെയ്തെടുക്കുക. സൈഡിൽ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. അടിപൊളിയാണ് ടേസ്റ്റ്, ഒരു വ്യത്യാസവും ഇല്ല. പ്ലസ് നമുക്ക് എത്ര പെട്ടെന്ന് അത് ആക്കാൻ പറ്റും കേട്ടോ. ഇത് ഓവർ വേവത്തൊന്നുമില്ല. നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന മാതിരി എത്രയാണോ റൈസ് എടുക്കുക അതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ എടുക്കുക. പിന്നെ ഒരു വിസിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലൊന്ന് അടിച്ചാൽ ജസ്റ്റ് ഒന്ന് കുക്കർ മാറ്റി വെച്ചാൽ മതി. അത് തന്നെ അതിന്റെ ആവി പോകുന്ന വരെ കറക്റ്റ് പരുവത്തിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയുടെ ഉള്ള ആ ഒരു സവോല ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് അതൊന്ന് റെഡി ആയിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് കുറച്ചൊന്ന്, നേരത്തെ പൊടികളില്ല അതിനൊന്നും എല്ലാം ഒന്നും ഇടണ്ട, ഒരു കുറച്ചൊന്ന് ചിക്കൻ മസാല ഇട്ടിട്ട് മുളക് പൊടി ഇടുക, ഒരു കളറിന് വേണ്ടി കശ്മീരി ചില്ലി പൗഡർ അല്ലേ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസ് അല്ലേ അത് അതിനകത്ത് ഇടുക. നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തിട്ട് എല്ലാ മസാലാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാല എല്ലാം ഇതിൽ പിടിച്ചു വരുന്നവര്. എന്നിട്ട് നമ്മൾ കുറച്ച് ഇതിന് മുകളിൽ എല്ലാം ചൂടുവെള്ളം, പച്ചവെള്ളം അല്ല എല്ലാം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി ബോയിൽ ആയി കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അത് വേവിക്കാം. അപ്പൊ അത് വേവുന്ന സമയം തന്നെ ബാക്കി കിച്ചണിൽ ഒതുക്കാനുള്ള സംഭവങ്ങളെല്ലാം ഒതുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, സൈഡിൽ സാലഡ്, തൈര് വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം വേറൊരു സംഭവം, നമ്മൾ കുക്കിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ പർച്ചേസ് ചെയ്യുമ്പോൾ സ്മോൾ പീസസ് ആയിട്ട് പർച്ചേസ് ചെയ്താൽ പെട്ടെന്ന് ആവട്ടെ. പ്രത്യേകിച്ച് കരികളിൽ ഇടുമ്പോൾ വലിയ വലിയ പീസ് ആകുമ്പോൾ, ചെസ് പീസ് ആണെങ്കിൽ വലിയ ഫ്ലേവർ കാണത്തില്ല. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നിങ്ങളുടെ ടൈമിൻ്റെ അനുസരിച്ച് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് കഴിയും. അപ്പം ആ ഒരു ചിക്കൻ വേവുന്ന സമയം കൊണ്ട് കിച്ചൺ എല്ലാം ഒതുക്കി. പിന്നെ എനിക്ക് കുറച്ച് ഷീറ്റും കാര്യങ്ങളും ഇന്ന് കഴുകാനുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി ഇന്നത്തെ ഡിന്നറിന് ഞാൻ നേരത്തെ കാണിച്ച ചിക്കൻ കറിയല്ലേ കുറച്ചധികം വെച്ചു. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ കേട്ടോ കഴിക്കാൻ, പിന്നെ മോള്. അപ്പോൾ കുറച്ചധികം വെച്ചിട്ട് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത ആ ഒരു ഇഡ്ലി മാവല്ലേ അതും കുറച്ചധികം വെച്ചു. ഇഡ്ലി നെക്സ്റ്റ് ഡേ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുവാണെങ്കിൽ ഇഡ്ലി അത്ര പ്രോപ്പറായിട്ട് എനിക്ക് വരുന്ന മാതിരി തോന്നുന്നില്ല, പക്ഷെ ദോശ വലിയ കുഴപ്പമില്ലാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും. അപ്പം രാത്രി ഡിന്നറിന് തട്ടുദോശയും ചിക്കൻ കറിയാണ് എടുക്കാൻ പ്ലാൻ ആക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഒന്നും വരത്തില്ല. കറക്റ്റ് ടൈമിൽ നമുക്ക് കിച്ചന്റെ വർക്ക് കഴിയുകയും ചെയ്യും. അത്ര ഒരു ബേർഡൻ ആയിട്ട് തോന്നത്തില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു പെണ്ണുങ്ങൾക്ക്, വിമൻ എസ്പെഷ്യലി നമ്മൾ വീടിന്റെ വർക്കും നമ്മുടെ ഓഫീസിന്റെ വർക്കും പിള്ളേരുടെ കാര്യവും എല്ലാം നോക്കാൻ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ ഇല്ലാത്ത പോലെ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. പക്ഷെ പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് മീൽ പ്ലാനിങ്ങും വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ 1-2 hours കിച്ചണിൽ ഡെയിലി ചിലവാക്കിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സമയം മാറ്റി വെക്കാനും സന്തോഷത്തോടെ നമുക്ക് പോകാനും പറ്റും. പിന്നെ സെർവ് ചെയ്യാൻ നേരത്തെ ചിക്കൻ കറിയുടെ കൂടെ കുറച്ച് സവോളയും കുറച്ച് സാലഡ്സും പിന്നെ റൈത്ത അല്ലേ, റൈത്തയും കൂടി ഉണ്ടെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും സെറ്റ്. ഇത് ആക്ച്വലി നബീദിനത്തിന്റെ ദിവസമായിരുന്നു, അപ്പോൾ ഒരു സ്വീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു ഫോർ